ടു ഫ്ലൈയിങ് ബേർഡ്സ്. ഈ വർഷത്തെ ഓണം അങ്ങനെ നമ്മുടെ വീട്ടുമുറ്റത്ത് എത്തി നിൽക്കുകയാണല്ലോ അല്ലേ. അപ്പോൾ ഓണത്തിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിഭവമല്ലേ നമ്മുടെ പായസങ്ങൾ. കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പായസം ഏതാണെന്ന് വെച്ചാൽ പറയുക പാൽപ്പായസങ്ങളാണെന്നല്ലേ പറയാം. അതിൽ ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പായസമാണ് സേമിയ പായസം. ഈ സേമിയ പായസം എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാം, ഈസി ആയിട്ട് എങ്ങനെ തയ്യാറാക്കാം എന്നാണ് കാണിച്ചു തരുന്നത്. വളരെ സിമ്പിളാണ്. സാധാരണ ചെയ്യണേന്ന് ഒരു ചെറിയ വ്യത്യാസത്തിലാണ് ചെയ്യണത്. കാരമലൈസ് ചെയ്ത് കളറും ചേഞ്ച് ആക്കുന്നുണ്ട്. അതുപോലെ തന്നെ തേങ്ങപ്പാലും കൂടി ഇതിൽ മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് പാലിൻ്റെ ഒരു മടുപ്പ് ഇല്ലാണ്ടാക്കും. കുറച്ചുകൂടി കൂടുതൽ കഴിക്കാൻ പറ്റും, മട്ടിപ്പില്ലാണ്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ ഇത് തയ്യാറാക്കണ വിധമാണ് ഇന്നത്തെ വീഡിയോയിൽ. എല്ലാവരും കണ്ടു നോക്കാം. എല്ലാവർക്കും ഓണാശംസകളും നേരുന്നു. പായസം ഉണ്ടാക്കാനായിട്ട് സേമിയ നെയ്യിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൻ്റെ ഇടയിൽ നമുക്ക് കുറച്ച് പഞ്ചസാര കാരമലൈസ് ചെയ്യാൻ വയ്ക്കാം. ഒരു 1/2 കപ്പ് പഞ്ചസാര നല്ല കട്ടിയുള്ള പാത്രമായിരിക്കണം. അതിലേക്ക് ഇട്ടിട്ട് അത് കാരമലൈസ് ചെയ്യാം. രണ്ടും കൂടി ഒരുമിച്ച് കൂടെ നടന്നോളും. പഞ്ചസാര കാരമലൈസ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഒരു പാക്കറ്റ് പാല്, പായസത്തിന് നല്ല കളർ കിട്ടും കാരമലൈസ് ചെയ്തിട്ടാണ്, ഗോൾഡൻ കളറ്. ഇവിടെ പാല് തിളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചാൽ നമ്മുടെ സേമിയ ഇട്ട് കൊടുക്കാം. ഇനി നല്ലോണം കിടന്ന് വേവട്ടെ. സേമിയ ഇപ്പോൾ വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു പാക്കറ്റ് പാലാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചത്. ഇനി ഞാൻ ഒരു നാളികേരത്തിൻ്റെ പാലെടുത്തിട്ട് പിഴിഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. അതാണ് ഞാൻ ഒഴിക്കുന്നത്. അതായത് പകുതിയായിട്ടാണ് ഞാൻ ഈ സേമിയ പായസം വെക്കുന്നത്. പകുതി നാളികേരപ്പാലും പകുതി പശുമ്പാലും. ഇനി തേങ്ങാപ്പാൽ ഒഴിക്കാം. ഇനി മധുരം നോക്കിയിട്ട് കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിക്കാം. ഒരിടത്തിൻ്റെ മധുരത്തിനനുസരിച്ച്. ഓഫ് ചെയ്തോ. പായസത്തിലേക്ക് 3-4 ഏലക്കായ പൊടിച്ചിടാം. ഇനി പായസത്തിലേക്ക് കുറച്ച് കശുവണ്ടിയും മുന്തിരിയും വറുത്തിടാം. പായസം റെഡി. കാരമലൈസ്ഡ് സേമിയ പായസം. ഈ പായസം നല്ല സൂപ്പർ പായസം കേട്ടോ. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ, അടിപൊളിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.